കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ മനസ്സിലാക്കാണുമല്ലോ. ഞാൻ ലോകപ്രശസ്തനായ CID ഓഫീസർ ഗബ്രിയേൽ അൺകോൺഷ്യസ്. പല പ്രമാദമായ കേസുകൾക്കും തുമ്പുണ്ടാക്കാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ശിഷ്യന്മാരായ വിജയനും ദാസനും സേതുരാമനും നടത്തിയ പല കേസന്വേഷണാനുഭവ കഥകൾ ഇതിനോടകം തന്നെ അഭ്രപാളികളിലൂടെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഞാനാ. ഇവനായിരുന്നു ഇവനെന്റെ വേലക്കാരൻ മനോഹരൻ. എന്തിനേയും ഏതിനേയും സംശയദൃഷ്ടിയോടെ കാണുന്നവനായിരിക്കണം യഥാർത്ഥ CID. അതെ, സംശയം അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഭൂതം, പ്രേതം, പിശാച്ച്, ചാത്തൻ, മറുതാവുടിയൻ ഇവറ്റകളൊന്നിനെയും വിശ്വാസമില്ലാത്ത, പേടിയില്ലാത്ത ധൈര്യശാലികളായിരിക്കണം CIDകൾ. അത്തരക്കാരുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ഞാൻ. മനോഹരൻ മനോഹരൻ ഇവരെനിക്ക് വേലക്കാരൻ മാത്രമല്ല, ഇപ്പോഴത്തെ എൻ്റെ അസിസ്റ്റന്റ് കൂടിയാണ്. മനോഹരൻ, നമ്മൾ അവസാനം തെളിയിച്ച കേസ് ഏതായിരുന്നു? നമ്മളാ? ഞാനില്ലെങ്കിൽ കാണാറുണ്ട്. എന്താ പറഞ്ഞത്? അല്ല, അന്നത്തെ ആശാന്റെ ധൈര്യം ഒന്ന് കാണേണ്ടതായിരുന്നു എന്ന് പറഞ്ഞതാ. അന്നത്തെ എക്സ്പീരിയൻസ് ഇവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. ദ ഓപ്പറേഷൻ മട്ടാഞ്ചേരി. കൊച്ചിയിലടുത്ത കപ്പൽ തിരിച്ചു പോകാനായിരുന്നു നോക്കിയപ്പോൾ പ്രൊപ്പല്ലർ ഇല്ല. അത് ഭോഷണം പോയിരിക്കുന്നു. ഉടനെ തന്നെ അവർ ആശാനെ വിളിച്ച് നിർബന്ധിച്ചു. ആശാൻ എന്നെ വിളിച്ച് നിർബന്ധിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കേസ് ഏറ്റെടുത്തു. ഞങ്ങൾ മോഷ്ടാക്കളെ പിന്തുടർന്നു. അവർ മട്ടാഞ്ചേരിക്കാർ 2 പേർ. ഞാനും ആശാനും ഒറ്റയ്ക്ക്. മട്ടാഞ്ചേരിക്കാരിങ്ങോട്ട് വന്നു. കൊടുത്തു വരണം. ദേ കിടക്കണം ആശാൻ താഴത്ത്. ആശാൻ ഇവിടെ അങ്ങോട്ട് എഴുന്നേറ്റു. എന്നിട്ട് പിന്നെ ഒരു പിടിച്ചാ കിട്ടോ, എന്തൊരു സ്പീഡായിരുന്നു. പക്ഷേ അവരെന്നെ പിടിച്ചു. ഇവന്റെ ദേഹത്ത് പതിഞ്ഞ വിരലടയാളങ്ങൾ പോലീസിന് കൈമാറിയാണ് ജഗള കേസിന് തുമ്പുണ്ടാക്കിയത്. അതുകൊണ്ട് എന്താ, ആശാന് കുറച്ചു പേരെങ്കിലും അറിഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു, കല്യാണി. Every time I want to see my God. നിന്റെ കള്ള കല്യാണിയുടെ അച്ഛൻ മന്ത്രവാദി പരമു. ആരാധ ചോദിച്ച് ആരാധ ആശാനും കല്യാണിയും തമ്മിലുള്ള പ്രേമത്തെ കുറിച്ചറിഞ്ഞ മന്ത്രവാദി പരമു ആശാനെ കൊല്ലാൻ പ്രേതഭൂത പിശാചുക്കളെ പറഞ്ഞയച്ചതായിരിക്കും. അതിന് പ്രേതഭൂത പിശാചുക്കളെ വിശ്വാസമില്ലെന്ന് അയാൾക്ക് അറിഞ്ഞൂടെ? അത് അയാൾക്ക് അറിയില്ലായിരിക്കും. അടുക്കരുത്, അടുക്കരുത്. ആശാന്റെ കിണ്ടി. കിണ്ടി? ആശാന്റെ കിണ്ടി കാണാനില്ല. ഏത് തീക്കട്ടയിൽ ഉറപ്പിരിക്കുന്നു? CID ഓഫീസർ ഗബ്രിയേൽ അൺകോൺഷ്യസിന്റെ വീട്ടിൽ വന്ന് കിണ്ടി മോഷ്ടിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത്? അതിനാർക്കാ ധൈര്യമില്ലാത്തത്? അല്ല ആശാനെ, ഞാൻ ആലോചിച്ചിട്ട്. നീ ആലുവയിൽ പോയിട്ട്? ഞാൻ ആലുവയിൽ പോയിട്ടല്ല, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. എന്തു വഴി? നമുക്കുടനെ തന്നെ ഒരു തുമ്പ് കണ്ടെത്തണം. തുമ്പ്.
മനോഹരൻ കിണ്ടിയുടെ ഡമ്മി കൊണ്ടുവരൂ. ഡമ്മി റെഡി. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട്. ഇൻവെസ്റ്റിഗേഷൻ സക്സസ്. മോഷ്ടാവ് അവന്റെ ഒരു ചെരുപ്പ് ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി ഒറ്റ ചെരുപ്പ് നടക്കുന്നവരെ കണ്ടുപിടിച്ചാൽ മതി. എന്റെ ആശാനെ, ഇത് ആശാന്റെ ചെരുപ്പാ. ആണോ? അത് പട്ടി കടിച്ച അത് തന്നെ. കൺഫ്യൂഷൻ തീർക്കണമേ, തുടങ്ങി. എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. കൺഫ്യൂഷൻ. ആശാനെ, കിണ്ടി ഇരുന്ന ഇടം ഇത്. അങ്ങനെയാണെങ്കിൽ കിണ്ടിക്കാടാതായതും അവിടെ തന്നെ തന്നെയായിരിക്കണം. ഞാൻ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോഴാണ് അവസാനമായി കിണ്ടി കണ്ടത്. ആശാനോ? അതിന് ഞാൻ അവസാനമായി കാണുന്നതിന് മുമ്പ് കിണ്ടിക്കാടാതായല്ലോ. ഓ, ഈ ആശാൻ എന്നെ കൺഫ്യൂഷൻ ആക്കുന്നു. ഇപ്പൊ പിടികിട്ടി. എപ്പ പിടികിട്ടി? മനോഹര, നീ ഇവിടേക്ക്, ഞാൻ ഇപ്പൊ വരാം. ഈ ആശാൻ എങ്ങോട്ടാ? കിണ്ടി എവിടെയായിരിക്കും? മനോഹരൻ, രാവിലെ ഞാൻ അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോയപ്പോ ഈ കിഡ്ഡി കൊണ്ടാണ് പോയത്. മാവിന്റെ ചുവട്ടിൽ ഞാൻ മറന്നു വെച്ചു. ഇത് അവിടെ തന്നെ ഉണ്ടായിരുന്നോ? എന്തായാലും കിണ്ടി തിരിച്ചു കിട്ടിയല്ലോ. കിണ്ടി തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് കിണ്ടി കേസ് ക്ലോസ്. അപ്പോ ആശാനെ, നമ്മുടെ നെക്സ്റ്റ് പ്രൊജക്റ്റ് ഏതാണ്? ദ ഓപ്പറേഷൻ കല്യാണി. Every time I want to see my girl. ലജ്ജാവതിയേ, നിന്റെ കള്ളക്കട കണ്ണിൽ ലജ്ജാവതിയേ